മക്കളെ ഇതാണ് കാണേണ്ടത്. ഓ അന്ന ഇറങ്ങി വാ. സഞ്ചാരികളുടെ സ്വർഗമായ മൂന്നാർ. റോഡിൽ നിന്ന് മാറി കിടക്കുക. വണ്ടി എപ്പോഴും അറിയത്തില്ല കേട്ടോ. എന്നാ ഫ്രണ്ടിൽ നിന്ന് പറയടാ. ഓ പൊളിയാണ് മക്കളെ, പൊളി. പച്ചയോ ഇതൊക്കെ ലൈഫിൽ ഒരു തവണയെങ്കിലും കണ്ടിരിക്കണം. നമ്മൾ വെറുതെ ജീവിതം ഇങ്ങനെ ജോലി എന്ന് പറഞ്ഞ് നടക്കരുത്. വലിയ വണ്ടികളുണ്ട്. മഞ്ഞിൽ പൊതിച്ച് നമ്മുടെ വണ്ടി. ആഹാ, ദൂരെയുള്ള വാഹനങ്ങളും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ ഇതാണ് ഫോളിംഗ് റോക്സിൻ്റെ സാധ്യത അവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വണ്ടി നിർത്താനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവികുളത്ത് പോയി നമ്മൾ ഇവിടെ വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അതാ അവിടെയാണ് വ്യൂ പോയിൻ്റ്. അത് കഴിഞ്ഞ് അപ്പം തിരിച്ചു വന്നു. ഇനി നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് തേയിലത്തോട്ടത്തിനകത്തൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഹായ്, നമുക്ക് നടന്നാലോ? സ്ട്രേഞ്ചറാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്ക് നടക്കാം. ഈ തേയിലത്തോട്ടത്തിനകത്തൂടെ ഇങ്ങനെ നടക്കാം. ലെറ്റ്സ് ഗോ. അതെ. ഓ അവിടെ കണ്ടോ താഴെ എന്തൊരു സ്ഥലേ. പൊന്നോ, നമുക്ക് അപ്പുറത്തൊന്ന് പോയി നോക്കിയിട്ട് വരാം. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ. അത് കണ്ടോ, അത് കണ്ടോ? നിങ്ങളത് കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങളിത് കാണുക. അടിപൊളി കോടയാണ്, അടിപൊളി കോട. ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ തേയിലത്തോട്ടത്തിൽ ഇറങ്ങി നിൽപ്പുണ്ട്. അവരെല്ലാം എൻജോയ് ചെയ്യുകയാണ്. നല്ല മിസ്റ്റ് ആയിട്ട് മൂടി കിടക്കുകയാണ് ഇവിടെ. നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ദേവികുളം ഗ്രാമപഞ്ചായത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് ദേവികുളമാണ്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അത് എഴുതിയിട്ടുണ്ടല്ലോ. എന്താ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കയറാൻ പാടില്ല. അത് തോട്ടത്തിൽ കയറുന്നതായിരിക്കും അല്ലേ. ട്രെസ്പാസേഴ്സ് വിൽ ബി നോ സ്പ്രേ സോൺ എന്ന് പറയുമ്പോൾ ഇവിടെ സ്പ്രേ ഉണ്ടോ? സ്പ്രേ അടിക്കുന്ന സോൺ ഉണ്ടായിരിക്കും. അറിഞ്ഞൂടാ. സ്പ്രേ അടിക്കുന്ന സോൺ ഉണ്ടോ? സ്പ്രേ അടിക്കുന്ന സോൺ ഉണ്ടോ? ഉണ്ടായിരിക്കാം. അപ്പോൾ ഇന്നത്തെ നല്ല അനുഭവമായിരുന്നു. വ്യത്യസ്തമായിട്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ഗ്യാപ്പ് റോഡിൽ പോയി. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അതുപോലെ കോടയായിരുന്നു. നമുക്ക് മൊബൈലിലെടുത്ത ക്ലിപ്സ് ഉണ്ട്. അത് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുന്നുണ്ട്. ഗ്യാപ്പ് റോഡ്. എന്നിട്ട് യെസ്, നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാൻ. രസമല്ലേ മഞ്ഞും കൊണ്ടിങ്ങനെ നടക്കാൻ. കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴ്ഭാഗം കാണാൻ പറ്റില്ല. അതുപോലെ മഞ്ഞാണ്. നീ ഇപ്പോൾ തണുപ്പ് പേടിയാന്ന് പറഞ്ഞല്ലേ അങ്ങോട്ട് പോണേ? പേടിയാന്ന് പറഞ്ഞല്ലേ ഇപ്പോൾ ഇരുന്നത്? കുറച്ചുകൂടെ അങ്ങോട്ട് പോയാലോ? എൻ്റെ പൊന്നോ,
ഇവിടെ ഡേഞ്ചർ ആട്ടോ, സൂക്ഷിക്കണേ. അല്ല ഇവിടെ ഇവിടെ അവിടെ കുഴിയാ ഉണ്ടോ? ഓ ഗായ്സ്, ഇവിടെ അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഓ എൻ്റെ പൊന്നെ, അടിപൊളി. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ വ്യൂ പോയിന്റ്. അവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിന്നെ കാണാൻ വയ്യല്ലേ? എന്തേ? ഏത് കോളേജ്? അതാ സിൽവറല്ലേ? സെറ്റാണോ? അങ്ങോട്ട് കണ്ടിട്ട് മടുപ്പ് തോന്നുന്നില്ല. ഇവിടെ നിൽക്കാൻ തോന്നുന്നു. പിടയ്ക്കുന്ന മീൻ, തലമീൻ മീൻ അന്ന് രാവിലെ തരുന്നതാണ്. ഇല്ലടാ, ലോ ലൈറ്റാ, പക്ഷെ അടിപൊളിയാ കേട്ടോ. അതുപോലെ തന്നെ ഈ ക്യാമറയുടെ ഒരു ഭംഗി, ഇത് ലോ ലൈറ്റിലും നല്ല നല്ല അടിപൊളി ഇമേജസും അടിപൊളി എന്താ പറയുക വീഡിയോയും തരുന്ന ഒരു ക്യാമറയാണ്. വാ, ഇവിടെ വെച്ചൊരു ഫോട്ടോ എടുക്കണേ, അടിപൊളിയായിരിക്കും. ഇവിടെ വെച്ചൊരു ഫോട്ടോ ഗ്രൂപ്പ് എടുക്കണേ. യെസ് ഷുവർ. പക്ഷെ ഇതിപ്പോൾ വീഡിയോ ആണ്. ആ, ഇവിടെ ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്, കേൾക്കാതിരിക്കുമല്ലോ. പാട്ടൊക്കെ ഇട്ട് നല്ല തണുപ്പാണ്. പാട്ട് ഓൺ ചെയ്തു. മൗണ്ട് കാർമൽ ബസിലിക്ക ഡയസിസ് ഓഫ് വിജയപുരം. വായോ, നമുക്കിപ്പോൾ കയറി പള്ളി കാണാം. അപ്പോൾ കലങ്കൈ പദ്ധതിയാണ് പള്ളി. മഞ്ഞുണ്ട്, അതിനോടൊപ്പം തന്നെ മഴയും പെയ്യുന്നുണ്ട്.
125 വർഷങ്ങൾ പിന്നിടുന്ന മൗണ്ട് കാർമൽ പള്ളിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നാളെ ഇത് ഒരു ബസിലിക്കയായിട്ട് ഉയർത്തപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ അകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരാൻ കഴിഞ്ഞതും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതും ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഓ ഗായ്സ് നോക്കൂ, ഇവിടെ എന്തൊക്കെയാണ്. ഇവിടെ നൂഡിൽസ്, ഇവിടെ ചിക്കൻ ഫ്രൈഡ് റൈസ്, പാത്രം. അവിടെ എന്തോ അങ്ങനെ ഇന്നത്തെ ഒരു കറക്കം കഴിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അന്നേരം വെച്ച് കഴിക്കണം എന്നൊക്കെ ആയിരുന്നു വലിയ ആഗ്രഹം. ഈ ഒരു സെറ്റപ്പ് അതിന് പറ്റിയതാണ്. പക്ഷേ ഞങ്ങൾക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കിടക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം.